ഹലോ, എൻ്റെ പേര് ബെൻസി. ഞാൻ 2021 സ്പാൻ ഇന്റർനാഷണൽ വഴി സ്റ്റുഡൻറ് വിസയിൽ ലെസ്റ്ററിൽ വന്നതാണ്. MSc മാർക്കറ്റിംഗ് പഠിക്കാനാണ് ലെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വന്നത്. ഞാൻ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സ്പാൻ ഇന്റർനാഷണലിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദുബായിലാണ്. ദുബായിൽ ഒരു 16 years സെറ്റിൽഡ് ആണ്. അവിടുന്ന് UK വരാനായിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ബ്രദറും ഫാമിലിയും UK വരാനായിട്ട് നിന്നപ്പോൾ എന്നാ പിന്നെ നമുക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇൻടേക്കിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ആക്ച്വലി അപ്രോച്ച് ചെയ്തത്. അപ്പൊ ആ ഒരു സമയം തൊട്ടിട്ട് അവര് തന്ന സപ്പോർട്ടും അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ജൂണിലെങ്ങാണ്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്തത് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകാൻ. പിന്നെ നമ്മുടെ ഏജ് ഫാക്ടർ ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ട എല്ലാ ഡയറക്ഷൻസും എല്ലാ സപ്പോർട്ടും തന്ന് നമ്മൾ ആ ഇൻടേക്കിൽ തന്നെ ഇവിടെ എത്തി. അങ്ങനെ ഇതിപ്പോ 4ാമത്തെ വർഷമാണ് ഞങ്ങളിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റി. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഞാൻ വന്ന സമയത്ത് തന്നെ എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടി എൻ്റെ ഫീൽഡിൽ തന്നെ. അത് ദുബായിലുള്ള എക്സ്പീരിയൻസ് അതിനൊരു വലിയ ഫാക്ടർ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മൾ ആ രീതിയിൽ തന്നെ ഡിറ്റർമിനിസ്റ്റിക് ആവുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ് നമ്മുടെ ഫീൽഡിൽ തന്നെ കിട്ടും. അങ്ങനെ ആ പാർട്ട് ടൈം ജോബ് ഇവിടുത്തെ വലിയൊരു കമ്പനിയിലാണ് എനിക്ക് കിട്ടിയത്. അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ എനിക്ക് നമ്മുടെ കോഴ്സ് കഴിയുന്ന ആ ടൈമിൽ തന്നെ എനിക്ക് വർക്ക് പെർമിറ്റും കിട്ടി. അങ്ങനെ വിത്തിൻ 1 month തന്നെ ഞാൻ സ്വിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിൽ 1.5 years വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ നമ്മുടെ MSc മാർക്കറ്റിംഗ് വെച്ചിട്ട് അടുത്ത ഫീൽഡിലേക്ക് മാറി ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു 1 year. ഇപ്പൊ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. പിള്ളേരാണേലും ഹാപ്പിയാണ്. സ്കൂള് രണ്ടുപേരുടെയും അടുത്താണ്. മോൻ year 10 പഠിക്കുന്നു. GCCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മോൾക്ക് അടുത്ത വർഷം ഇവിടുത്തെ ഒരു എക്സാം ഉണ്ട്, year 6 SATS എക്സാം എന്ന് പറഞ്ഞിട്ട്. അത് കഴിയുമ്പോഴേക്കാണ് സെക്കൻഡറിയിലേക്ക് പോകുന്നത്. അപ്പൊ രണ്ടുപേരും വളരെ നന്നായിട്ട് പഠിക്കുന്നു. പിന്നെ ഞാൻ വന്ന് പെട്ടത് ലെസ്റ്റർ വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. മലയാളി ഒത്തിരി പേരുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ പള്ളിയാണെങ്കിൽ പള്ളിയുണ്ട്, മോസ്ക് ഉണ്ട്, അമ്പലമുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ്, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ്, മലയാളി റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, പിന്നെ വലിയൊരു കമ്മ്യൂണിറ്റി. കുട്ടികൾക്ക് ഇപ്പം കല അങ്ങനത്തെ വാസനകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ട്രോഫീസ് മുഴുവൻ ഇവിടുന്ന് വാരിക്കുട്ടിയതാണ് ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ. ഇവിടെ IFMA കലോത്സവങ്ങളുണ്ട്. അപ്പൊ അതിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഞാനും മക്കളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ട് വന്ന ഒരു ഡിസിഷൻ വർത്ത് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിനൊരു ഇനീഷ്യേറ്റീവും അതിനൊരു ഇതുമാകാൻ പറ്റിയത് സ്പാൻ ഇന്റർനാഷണൽ വഴിയാണ്. അപ്പൊ അവർക്കൊരു ഹാറ്റ്സ് ഓഫ് ടു ദം ആൻഡ് വി ഓൾവേസ് ഹാവ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം. ദുബായിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു IT സൊല്യൂഷൻ കമ്പനി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ കുറച്ച് ഫൈനാൻഷ്യൽസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട്. സ്റ്റുഡൻറ്റ് വിസ ആകുമ്പോൾ അവർക്ക് അത്രയും ഏൺ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ സപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി ഇവിടുത്തെ ബിസിനസ് എങ്ങനെയാണ് എന്നുള്ളത്. 12 pound ഉണ്ടെങ്കിൽ തന്നെ ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. നമുക്കൊരു 24 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ടൊരു കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ്, എൻ്റർപ്രണർ ഒരു മെൻറ്റാലിറ്റി ഉള്ളവർക്ക് ഈസി ആയിട്ട് ബിസിനസ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഓഫീസ് സ്പേസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട് തന്നെ നമുക്ക് നമ്മുടെ ഓഫീസാക്കാൻ കഴിയും. എന്തായാലും ഒരു 1.5 വർഷത്തെ ഒരു ജേർണി കൊണ്ട് ഒരു നല്ല രീതിയിൽ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് 6ഓളം സ്റ്റാഫിനെ തന്നെ ഞാൻ സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. ഇത്രയൊക്കെ വളരെ ക്വിക്ക് ടൈമിൽ ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു റിസർച്ചും ആ ഒരു സ്റ്റഡിയും പിന്നെ ഇങ്ങനെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്കിപ്പോൾ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ലായിരുന്നു UK ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് വരാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. പിന്നെ പല പ്രൊജക്ട്സും കിട്ടി വരുന്നു. ഒരു 8ഓളം പ്രൊജക്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ദുബായ് ആൻഡ് UK ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടിയത് സ്വാഭാവികമായിട്ട് വൈഫ് ഇങ്ങനെ സ്റ്റുഡൻറ് വിസയിൽ വന്നതാണ്. അതിന് സ്പാൻ ഇന്റർനാഷണൽ ചെയ്ത സപ്പോർട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. Hi, my name is Hadi. I'm studying at Rugmead Academy Secondary School, and I find it really enjoyable. The school system here is very good. I'm finding it easy to study.
and it's not as bad as it was in other countries. So it's really easy to focus on lessons, and yeah, the school system in the UK is very, very good. And what about your football and all? Yeah, the extracurricular activities in the UK is available, and you can, I play for a football club and I really enjoy it here. Yeah. Hi, my name is Hannah and I'm year 5, and I like Stokeswood Primary School because it's more fun and it's more enjoyable than the other countries.